അപ്പോൾ ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത് ആദ്യം സ്ലിപ്പ് നോട്ട്. സ്ലിപ്പ് നോട്ടിന് നമ്മൾ എപ്പോഴും ഈ അറ്റം ടൈലൻഡ് എന്ന് പറയും. ഈ ടൈലൻഡ് യാണ് ഇങ്ങനെ വെക്കുക. ഓക്കെ, ഈ 2 ഫിംഗറിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇങ്ങനെ ക്രോസ് ചെയ്തിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ നിന്ന് ടൈറ്റൻ ചെയ്യുക. ഇവിടെ ഇങ്ങനെ എവിടെയെങ്കിലും പിടിക്കുക. ഇങ്ങനെ എക്സ് മോഡലാക്കുക. എന്നിട്ട് താഴെയുള്ളൊരു നൂല് ഈ ചെറിയ ഈ അറ്റുള്ള ടൈലൻഡിൻ്റെ യാണ് താഴെയും ഈ വലിയയാണ് ഇതിൻ്റെ മുകൾ ഭാഗത്തുമാണ്. അപ്പോൾ ഈ താഴേക്കൂടെ ഹുക്ക് എടുത്തിട്ട് മുകൾ ഭാഗത്തുള്ള യാണ് വലിച്ചിട്ട് ഇങ്ങനെ പിടിക്കുക. ഓക്കെ, അങ്ങനെയാണ് സ്ലിപ്പ് നോട്ട് ചെയ്യുക. ഓക്കെ, സ്ലിപ്പ് നോട്ട് ഒരു ഊരിപ്പോയി, സോറി. ഓക്കെ, സ്ലിപ്പ് നോട്ട് ചെയ്യുക, ടൈറ്റൻ ചെയ്യുക. ഓക്കെ, ഈ സ്ലിപ്പ് നോട്ട് നമുക്ക് ഇതാണ് സ്ലിപ്പ് നോട്ട്. ഈ സ്ലിപ്പ് നോട്ട് നമുക്ക് ഇങ്ങനെ ഊരും ചെയ്യാം. പിന്നെ ഇങ്ങനെ സ്ലിപ്പ് നോട്ട് അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ കൈ കൊണ്ട് എടുക്കാം കേട്ടോ. ഇതിനുള്ളിൽ കൂടെ എടുത്തിട്ട് ഇങ്ങനെ സ്ലിപ്പ് നോട്ട് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് വലുതാക്കാം. ഈ സ്ലിപ്പ് നോട്ട് നമുക്ക് ഇത് വലിയതായി നിൽക്കുന്നുണ്ട്. ചെറുതാക്കും ചെയ്യാം, വലുതാക്കും ചെയ്യാം. എന്നിട്ട് അതിൽ ഇടുക, എന്നിട്ട് ടൈറ്റൻ ചെയ്യുക. അധികം ടൈറ്റ് ആവാൻ പാടില്ല, അധികം ലൂസും ആവാൻ പാടില്ല. ഓക്കെ, ഇങ്ങനെ വലിച്ചാൽ മതി, ഒരു നൂൽമ്പ് ഇങ്ങനെ വലിച്ചാൽ മതി. അപ്പോൾ സ്ലിപ്പ് നോട്ട് കഴിഞ്ഞു. സ്ലിപ്പ് നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ക്രോഷറ്റ് എങ്ങനെ പിടിക്കലെന്ന് പഠിക്കാം. ക്രോഷറ്റ് എങ്ങനെ പിടിക്കൽ, ഈ ടൈലൻഡ് ഈ ചെറിയ നൂല് അറ്റഭാഗം ഈ ചെറിയ വിരലിൻ്റെ അടുത്തേക്കും പിന്നെ വലിയ എക്സ്റ്റെൻഡ് യാണ് ഈ ചൂണ്ടുവിരലിൻ്റെ ആ ഭാഗത്തേക്കുമായിട്ട് ഹാങ് ചെയ്ത് വെക്കുക. എന്നിട്ട് ഈ ത്രെഡ് ഈ വലിയ യാണ് ഇങ്ങനെ ഒരു തവണ ഈ 2 ഫിംഗറിൽ ചുറ്റുക. എന്നിട്ട് ഇവിടെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പിടിക്കുക. ടൈറ്റ് ആക്കേണ്ട ആവശ്യമില്ല, അതോടെ വിടുക. എന്നിട്ട് ഈ ടൈലൻഡ് യാണ് ഈ അറ്റഭാഗം ഈ ചെറുവിരലിൻ്റെയും ഈ തണ്ടവിരലിൻ്റെ ഇടയിൽ പിടിക്കുക. ഇത് പുറത്താക്കണം കേട്ടോ. ഇത് ഇങ്ങനെ പിടിക്കുക. ഇങ്ങനെയാണ് പ്രോപ്പറായിട്ട് യാണ് പിടിക്കൽ. ഇനി അഥവാ ഈ മെത്തേഡ് അറിയില്ല എന്നുണ്ടെങ്കിൽ വേറെ മെത്തേഡ് പറഞ്ഞു തരാം കേട്ടോ. ഇതാ ഇങ്ങനെ പിടിച്ചിട്ട് ആദ്യം സ്ലിപ്പ് നോട്ട് ചെയ്യുക. സ്ലിപ്പ് നോട്ട് ചെയ്തിട്ട് ഇങ്ങനെ പിടിച്ചാൽ ടൈറ്റ് ആവില്ല. ഇങ്ങനെ അമർത്തണം കേട്ടോ. അപ്പോഴാണ് ഇങ്ങനെ വലിക്കണം. അപ്പോഴാണ് സ്ലിപ്പ് നോട്ട് ടൈറ്റ് ആവുക. ഓക്കെ, ടൈറ്റ് ആയതിന് ശേഷം നമുക്ക് ഈ ആണിങ്ങനെ പിടിച്ചതിന് ശേഷം ഇങ്ങനെയാണ് പിടിക്കുക. ഇത് ഈ 3 ഫിംഗറും ഇവിടെയും ഈ 2 ഫിംഗറിൻ്റെ ഇടയിൽ. അത് ഓരോരുത്തർ സ്റ്റൈലാണ്. പിന്നെ എങ്ങനെയാണ് ചെയിൻ സ്റ്റിച്ച് ചെയ്യലെന്ന് പറഞ്ഞുതരാം. ഇങ്ങനെ ചെയിൻ സ്റ്റിച്ച് ചെയ്യൽ, ഇതിൻ്റെ വലതുഭാഗം ഇടതുഭാഗം ഈ സൈഡിൽ, നൂലിൻ്റെ വലതുഭാഗം ഇടതുഭാഗം, ഇത് റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ്. പക്ഷെ നമുക്ക് വലത് സൈഡ് കൂടെ നൂലെടുക്കാൻ പാടില്ല. ഇടത് സൈഡ് കൂടെ ലെഫ്റ്റ് സൈഡിലൂടെ നൂലെടുക്കുക. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കാം. എന്നിട്ട് വലിച്ചിട്ട് ഒരു ചെയിനായി. ഇനി അതേപോലെ 1 more ഒരേ തവണയും കൂടെ, അപ്പോൾ 2 ചെയിനായി. അങ്ങനെ 10 തവണ എടുക്കുക. എപ്പോഴും നമ്മൾ ചെറിയ ഹുക്ക് ഉപയോഗിക്കുന്നതാണ് നല്ലത്. അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ചെയിൻസുകൾ കിട്ടും കേട്ടോ. അങ്ങനെ പ്രാക്ടീസ് ചെയ്യുക. 10 തവണ പ്രാക്ടീസ് ചെയ്യുക. ഇനി ഡൗട്ട് ഉണ്ടെങ്കിൽ മിസ്സിനോട് ചോദിക്കാം കേട്ടോ.